നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCOS 183യുടെ യൂണിറ്റ് 3 വെബ് ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ തന്നെ 2 ടൈപ്സ് ഉണ്ട്, ഗ്രാഫിക് വെബ് ബ്രൗസർ ആൻഡ് നോൺ ഗ്രാഫിക് വെബ് ബ്രൗസർ. ഗ്രാഫിക് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ എലമെൻറ്റ്സ് വെച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന വെബ് പേജസിനെയാണ് ഗ്രാഫിക് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. സച്ച് ആസ് ഇമേജസോ വീഡിയോസ് NCS സ്റ്റൈൽ ടെക്സ്റ്റോ ഒക്കെ ഓഫർ ചെയ്തുകൊണ്ട് ഒരു റിച്ച് ആൻഡ് ഇൻട്രാക്റ്റീവ് യൂസർ എക്സ്പീരിയൻസ് നൽകിക്കൊണ്ടുള്ള ഒരു വിഷ്വൽ എലമെൻറ്റ്സ് വെച്ചുള്ള ഒരു വെബ് ബ്രൗസറിനെയാണ് ഗ്രാഫിക് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗൂഗിളിൻ്റെ ക്രോം. അത് അറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ സ്പീഡും എക്സ്റ്റൻസീവ് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. അതുപോലെ മൊസില്ല ഫയർഫോക്സ്, സഫാരി, ആപ്പിളിൻ്റെ തന്നെ സഫാരി. അപ്പം ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ പറയുന്നത്. അടുത്തത് നോൺ ഗ്രാഫിക് വെബ് ബ്രൗസർ. നോൺ ഗ്രാഫിക് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഗ്രാഫിക് വെബ് ബ്രൗസറിന് നേരെ ഓപ്പോസിറ്റാണ്. ഇത് ടെക്സ്റ്റ് ബേസ്ഡ് വെബ് ബ്രൗസറാണ്. ഇതിനകത്ത് വിഷ്വൽ എലമെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൾഡ് ടെക്സ്റ്റ് ബേസ്ഡ് ബ്രൗസറായിട്ടുള്ള ലിനക്സ്, W3M ഒക്കെയാണ്. അടുത്ത വാട്ട് ഈസ് ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഗൂഗിൾ ഈസ് ഒരു ക്ലൗഡ് ബേസ്ഡ് ഫയൽ സ്റ്റോറേജ് ആണ്. നമുക്ക് നമ്മുടെ നമ്മുടെ ഫയൽസൊക്കെ എവിടെ നിന്നും നമുക്ക് വേൾഡിൽ എവിടെ നിന്നും ഓൺലൈനിൽ ആക്സസ് ചെയ്തുകൊണ്ട് ഏത് ഡിവൈസിൽ നിന്നും ആക്സസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഡെവലപ്ഡ് ബൈ ഗൂഗിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇത് ക്ലൗഡ് ബേസ്ഡ് ഫയൽ സ്റ്റോറേജ് ആണ്. ഇൻ്റർനെറ്റ് കണക്ഷൻ വെച്ച് നമുക്ക് ലോകത്ത് എവിടെ നിന്നും ഏത് ഡിവൈസിൽ നിന്നും നമുക്കിതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയും നമുക്ക് ഫയൽസ് സ്റ്റോർ ചെയ്യാനും ഇതിന് സംവിധാനം ഒരുക്കുന്നു. ഫയൽ സ്റ്റോറേജ് തന്നെ ഫയൽ സ്റ്റോറേജ് സിങ്ക്രണൈസേഷൻ 2 ടൈപ്പ് സിങ്ക്രണൈസേഷൻ ഉണ്ട്. അതൊന്ന് 2 വേ സിങ്ക്രണൈസേഷനും 1 വേ സിങ്ക്രണൈസേഷൻ. 2 വേ സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫയൽ തന്നെ പല കോപ്പികളായിട്ട് പല ഡിവൈസസിലുണ്ടാവും. ലൈക്ക് ഇപ്പം ഡെസ്ക്ടോപ്പിലുണ്ടാവാം, PC-യിലുണ്ടാവാം, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലുണ്ടാവാം, അതുപോലെ ടാബ്ലറ്റിലും മൊബൈലിലും ഉണ്ടാവും. അപ്പം ഒരു ഫയലിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ എല്ലാ ഫയലും ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി വരുന്നു. അതാണ് 2 വേ സിങ്ക്രണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 വേ സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡിവൈസിലുള്ള ഫയലിൽ ചേഞ്ചസ് വരുന്നതുകൊണ്ട് മറ്റ് ഫയൽസൊന്നും ചേഞ്ചസ് വരുന്നില്ല. അത് മാനുവലി നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൽ എഡിറ്റ് ചെയ്ത് അതിനെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് 1 വേ സിങ്ക്രണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് സെറ്റിംഗ് അപ്പ് ഗൂഗിൾ അക്കൗണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഗൂഗിളിൽ എങ്ങനെയാണ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, സൈനപ്പ് ചെയ്യുന്നത്. ഗൂഗിൾ തുറക്കുക, അതിനുശേഷം നമ്മുടെ ഫുൾ നെയിം, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കുക, നെയിം ഫില്ല് ചെയ്ത് കൊടുക്കുക, പിന്നെ നമ്മളൊരു Gmail ചൂസ് ചെയ്യുക, പിന്നെ അതിന് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ നമ്മൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുക, പിന്നെ അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് റിക്കവറി ഓപ്ഷൻസ്, 2 വേ സ്റ്റെപ്പ് വെരിഫിക്കേഷൻസ്, കസ്റ്റമൈസ് യുവർ അക്കൗണ്ട്, ഇങ്ങനത്തുള്ള ഓപ്ഷൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. അടുത്തത് നാവിഗേറ്റിംഗ് ഗൂഗിൾ ഡോക്സ്. ഗൂഗിൾ ഡോക്സ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് ഇവിടെ പറഞ്ഞിരുന്നത്. ഓപ്പൺ ഗൂഗിൾ ഡോക്സ്, വിസിറ്റ് ഗൂഗിൾ ഡോക്സ്, അല്ലെങ്കിൽ ത്രൂ ഗൂഗിൾ ഡ്രൈവ് വഴിയോ നമുക്ക് ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്യാം. അടുത്തത് എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്സ് എടുക്കുക. നമുക്ക് ഹോം പേജിൽ വന്ന് ഓൺ ദ ഗൂഗിൾ ഡോക്സ് ഹോം പേജ് യു വിൽ സീ ലിസ്റ്റ് ഓഫ് യുവർ റീസെൻറ്റ് ആൻഡ് സ്റ്റോർഡ് ഡോക്യുമെൻറ്റ്സ്. നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ളതും സ്റ്റോർ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാണാൻ പറ്റും. അത് സെർച്ച് ബാർ ഉണ്ടാവാം ടോപ്പിൽ. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഫയൽസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സെർച്ച് ബാറിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻറ്റ്, സ്റ്റാർട്ട് എ ന്യൂ ഡോക്യുമെൻറ്റ്സ്, ക്ലിക്ക് ഓൺ ദ ബ്ലാങ്ക് ഓപ്ഷൻ ടു ക്രിയേറ്റ് ന്യൂ എംപ്റ്റി ഡോക്യുമെൻറ്റ്സ്. അടുത്ത ക്രിയേറ്റിംഗ് എ ന്യൂ ഗൂഗിൾ ഡോക്സ് പ്രൊജക്ട്സ് എങ്ങനെയാണ്, സെയിം അതുപോലെ തന്നെയാണ്. ഗൂഗിൾ സ്ലൈഡ്സ് ഓപ്പൺ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് ചൂസ് ന്യൂ ഗൂഗിൾ സ്ലൈഡ്സ് ചൂസ് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ഓൺ ബ്ലാങ്ക്, സ്റ്റാർട്ട് ന്യൂ പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് എടുക്കുക, എന്നിട്ട് ഒരു പുതിയ സ്ലൈഡ്സ് ഉണ്ടാക്കാം. ഇതിനെ കൊണ്ടുള്ള ഗൂഗിൾ ഡ്രൈവിൻ്റെ ഈ ഗൂഗിൾ ഡോക്സ് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഒരു PC വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു കമ്പ്യൂട്ടറിൽ വെച്ച് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇവൻ്റെ ഫോണിൽ നമുക്കിത് എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു ഫെസിലിറ്റി ഇതുവഴിയുണ്ട്. നെക്സ്റ്റ് ഗൂഗിൾ ഷീറ്റ് എക്സാക്റ്റ് നമ്മുടെ MS എക്സൽ ഷീറ്റ് പോലെ തന്നെയാണ് ഇതൊക്കെ സ്ലൈഡായാലും. അപ്പം അതിൻ്റെ എല്ലാം
മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഫോണിൽ വെച്ചിട്ടും നമുക്ക് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് എവിടെ ഇരുന്നും നമുക്ക് വർക്ക് ചെയ്യാം. ഒരു PC തന്നെ വേണമെന്നില്ല. അപ്പം ഗൂഗിൾ ഷീറ്റ് എങ്ങനെയാണ് വരുന്നത്, ആക്സസ് ചെയ്യുന്നത്, ഗൂഗിൾ ഡ്രൈവിൽ പോവുക, സെലക്ട് ന്യൂ ചെയ്യുക, ചൂസ് ബ്ലാങ്ക് ആൻഡ് ക്രിയേറ്റ് ചെയ്യുക, സ്പ്രെഡ്ഷീറ്റ് പുതിയത് ക്രിയേറ്റ് ചെയ്യുക. ഗൂഗിൾ സ്യൂട്ട് എന്ന് പറയുന്നത് അതൊരു ഗൂഗിളിൻ്റെ വർക്ക് സ്പേസ് ആണ്. ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ സച്ച് ആസ് ഗൂഗിൾ ഡോക്സ് ഉണ്ട്, ഷീറ്റ്സ് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, ജിമെയിൽ ഉണ്ട്, ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്. To access this tool, use the individual apps available through the Google Drive or visit the respective app website. ഇതൊക്കെ അടങ്ങിയതിനെയാണ് ഗൂഗിൾ സ്യൂട്ട് എന്ന് പറയുന്നത്. ഇത് ഗൂഗിളിൻ്റെ ഒരു വർക്ക് സ്പേസ് ആണ്. അടുത്തത് ഷെയറിങ്, പബ്ലിഷിംഗ് ആൻഡ് കൊളാബറേറ്റിംഗ്. ഷെയറിങ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ നമ്മളവിടെ പോയിട്ട് ഷെയർ ബട്ടൺ അടിച്ചുകൊണ്ട് ഒന്നെങ്കിൽ ആർക്കാണോ അയക്കേണ്ട അയാൾ ഇമെയിലിലേക്ക് അയക്കുക, അല്ലെങ്കിൽ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്തുകൊണ്ട് ആ ലിങ്ക് മറ്റുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുക. പിന്നെ നമുക്കതിൽ വ്യൂവറോ കമൻറ്റിങ്ങോ എഡിറ്റിങ്ങോ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് പെർമിഷൻ ഉണ്ടെങ്കിൽ പെർമിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത് പബ്ലിഷ് ഡോക്യുമെൻറ്റ് പബ്ലിഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നത്, ഒരു ലിങ്ക് വെബ് പേജിൽ ആസ് എ ലിങ്ക് ഓർ എംബഡ് ഇൻ എ വെബ് പേജിൽ നമ്മളത് ഷെയർ ചെയ്യുക, ഡോക്യുമെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നു. ആ ലിങ്ക് വെച്ചിട്ട് റീഡേഴ്സിന് അത് ആവശ്യമുള്ളവർക്ക് എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അടുത്ത കൊളാബറേറ്റ്, മൾട്ടിപ്പിൾ യൂസർ ക്യാൻ വർക്ക് ഓൺ എ ഡോക്യുമെൻറ്റ് സൈമിൾട്ടേനിയസ്ലി. അപ്പം പല ആൾക്കാർക്കും ഒന്നിൽ തന്നെ ഒരു ഡോക്യുമെൻറ്റ് തന്നെ സൈമിൾട്ടേനിയസ്ലി വർക്ക് ചെയ്യാൻ പറ്റുന്നു. യു വിൽ സി റിയൽ ടൈം അപ്ഡേറ്റ്സ് ഫ്രം ദ അതേഴ്സ്. യൂസ് ദ ഡോക്യുമെൻറ്റ്സ് ഫീച്ചേഴ്സ് ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓർ ഡിസ്കസ് ചേഞ്ച് ഡയറക്ട്ലി വിത്ത് ദ ഡോക്യുമെൻറ്റിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി റിയൽ ടൈമായിട്ട് കിട്ടാൻ പറ്റുന്നു. അടുത്തത് ഗൂഗിൾ ഫോംസ് ഇപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഗൂഗിൾ ഫോംസ് ആണ്. ഗൂഗിൾ ഫോംസ് നമ്മൾ സർവേ ചെയ്യാൻ അല്ലെങ്കിൽ ക്യൂസസിന് ക്വസ്റ്റ്യനെയറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗൂഗിൾ ഫോംസ്. അതെങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. ആക്സസ് ചെയ്യുന്നത് ഗൂഗിൾ ഫോംസ് ഓർ ഗോ ടു ഗൂഗിൾ ഡ്രൈവ് പോയിട്ട് ന്യൂ എടുക്കുക, മോർ ഗൂഗിൾ ഫോംസ് എടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ക്വിസസ് ആണെങ്കിൽ അതിൽ അങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഷോർട്ട് ആൻസർ ആണോ, ഷോർട്ട് ആൻസർ വേണോ, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ വേണോ, ഓപ്ഷൻസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഷെയർ ചെയ്യുക, സെൻഡ് ബട്ടണിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അത് വിയ ഇമെയിൽ വഴി അയക്കാം. അതിൻ്റെ റെസ്പോൺസ് നമ്മൾക്ക് കാണാൻ പറ്റും. ഗൂഗിൾ ഫോംസിൽ ഒരാളും കയറി അതിന് ആൻസർ ചെയ്തതിൻ്റെ റെസ്പോൺസ് നമ്മൾക്ക് ഷീറ്റിൽ കാണാൻ വേണ്ടി പറ്റും. അടുത്ത ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യൂസേഴ്സിനൊരു ആക്സസ് കൊടുക്കുകയാണ്. വേൾഡിൽ എവിടെ വെച്ചിട്ടും ഏത് ഡിവൈസ് വെച്ചിട്ടും അവരുടെ ഡാറ്റാസ്, ആപ്ലിക്കേഷൻസ്, അതുപോലെ റിസോഴ്സസൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വെച്ച് ലോകത്ത് എവിടെ വെച്ചിട്ടും അവർക്ക് അവരുടെ എല്ലാ ആപ്ലിക്കേഷൻസും ഡാറ്റാസും ഒക്കെ ഇൻട്രാക്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെയുള്ളൊരു ഫെസിലിറ്റി ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം ഒരുക്കി കൊടുക്കുന്നു. അത് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡിവൈസ് വെച്ച് നമുക്ക് എവിടെ നിന്നും ഏത് ഭാഗത്തു നിന്നും നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ് ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഡാറ്റാസിലും സ്റ്റോറേജ് ചെയ്ത ഡാറ്റാസ് അതിനെ മാറ്റങ്ങൾ വരുത്താനും എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും അത് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാനും ഒക്കെ ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം അലോ ചെയ്യുന്നു. ഒരു ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു അവിടെ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്, കോസ്റ്റ് എഫിഷ്യൻസിയാണ് ആൻഡ് ഈസ് ഓഫ് മെയിൻ്റനൻസ് ആണ്. യൂസേഴ്സ് ഓൺലി പേ ഫോർ വാട്ട് ദേ യൂസ്ഡ്. എന്തിനാണോ എന്തിനു വേണ്ടി മാത്രമാണ് അവർ ഉപയോഗിച്ച് അതിന് മാത്രമേ പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. പിന്നെ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരുന്നില്ല. ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ അതിനൊന്നും അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ല ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം വരുമ്പോൾ. എന്തൊക്കെയാണ് അതിൽ വരുന്ന സർവീസസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ഡാറ്റ സ്റ്റോറേജ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് വിർച്വൽ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ്സ്, മേക്കിംഗ് ദം എസെൻഷ്യൽ ഫോർ മോഡേൺ IT ആൻഡ് ബിസിനസ് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയൊക്കെയാണ് പറയുന്നത്. താങ്ക് യു.